കുട്ടികൾക്ക് ആലഞ്ചുവട്ടിലിരുന്ന് ആടിയും പാടിയും കഥ പറഞ്ഞും ഒരു ഗുരുകുല മോഡൽ ക്ലാസ് വെക്കേഷൻ ആക്ടിവിറ്റി ക്യാമ്പുമായി മലപ്പുറം കോഡൂർ മൈത്രി നഗറിലെ ഒരു കൂട്ടം അധ്യാപകർ. സമ്മർ ഇൻ മൈത്രി എന്ന അവധിക്കാല ക്യാമ്പ് കൂട്ടുകൂടിയും പഠിച്ചും പ്രകൃതിയെ അടുത്തറിയാനുമുള്ള അവസരമാണ്. നമ്മളിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ സാധാരണ അവരിപ്പോൾ 10 മാസം സ്കൂളിൽ ഒരു ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ നമുക്ക് ഈ ഒരു ആൽമരമൊക്കെ അതിന് സെറ്റ് ആണെന്നുള്ളത് തോന്നി. അങ്ങനെ ബാബേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ബാബേട്ടൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തപ്പോൾ അതൊരു പ്രത്യേക വൈബായി. കുട്ടികൾക്ക് ഇവിടെ വന്നതോട് കൂടിയിട്ട് എന്താ പറയുക, പ്രകൃതിയെ അറിയാനും നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റി. അരുൺ അമർനാഥ് ചേരുന്നുണ്ട് നമുക്ക് തത്സമയം വിവരങ്ങളുമായി. അരുൺ, ഈ ആലഞ്ചുവട്ടിലെ കുട്ടിക്കാലം, മാവിൻ ചുവട്ടിലെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് അതിന് അതിൻ്റെതായ ഓർമ്മകളുണ്ട്. അപ്പോൾ ഈ ആലും ചുവട്ടിലിരുന്ന് ഇവരൊക്കെ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ശേഖരിച്ചുകൊണ്ടാണ് ഈ അവധിക്കാലത്തിന് ശേഷം സ്കൂളിലേക്ക് മടങ്ങാൻ പോകുന്നത്, അല്ലേ? ഹിമ, ഈ ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത്ര പരിചിതമായിക്കൊള്ളണമെന്നില്ല. അവരൊക്കെ കേട്ട് പരിചയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഈ കുട്ടികൾക്ക് നേരിട്ട് തന്നെ പരിചയപ്പെടുത്തുകയാണ് ഒരു കൂട്ടം അധ്യാപകർ. ആ മോഡലിലുള്ള ഒരു വെക്കേഷൻ സമ്മർ ക്യാമ്പ് ക്ലാസ് ഒരുക്കി ആടിയും പാടിയും കുട്ടികൾക്കൊപ്പം എൻജോയ് ചെയ്യുകയാണ്. ഈ വെക്കേഷൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നു കൂടിയാണ് ഈ സമ്മർ ഇൻ മൈത്രി എന്ന പേരിൽ കോഡൂർ മൈത്രി നഗറിലെ ഈ അധ്യാപകരുടെ ഒരു കൂട്ടായ്മ ഇത്തരം ഒരു പദ്ധതിയുമായി മുന്നോട്ടേക്ക് വന്നത്. അതിൽ വെക്കേഷൻ ക്യാമ്പുകൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അതിലും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് കുട്ടികളെ ആകർഷിക്കുക എന്നാണ് ഇവർ ലക്ഷ്യമിട്ടത്. അതിൽ ഈ ആൽമര ചുവട്ടിലിരുന്ന് പാട്ടുപാടിയും കുട്ടികളുടെ കലാ അഭിരുചികൾ പുറത്തെടുത്തും അവർക്ക് നല്ല പാഠങ്ങൾ നൽകിക്കൊണ്ടും അധ്യാപകർ ഇൻവോൾവ് ആയിക്കൊണ്ടാണ് ഈ ചുറ്റും ഇരുന്നുകൊണ്ട് രക്ഷിതാക്കളൊക്കെ ഇത് കാണാൻ വരുന്നതൊക്കെ നമുക്ക് അവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ഫുള്ളി എൻഗേജ്ഡ് ആണ്. ആ ഒരു സമയം ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലില്ല, TV-യുടെ മുന്നിലില്ല, മൊബൈൽ ഫോണിൻ്റെ മുന്നിലില്ല. ആ സമയങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരല്പനേരം അങ്ങ് ആസ്വദിക്കാം, അതിലൂടെ അറിവ് നേടാം എന്നുള്ള ലക്ഷ്യമാണ്. ആദ്യം 17 കുട്ടികൾ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധ്യാപകരും സമയം കണ്ടെത്തി പലരും ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നല്ലൊരു ബോണ്ടിങ് തുടക്കം എവിടെ നിന്നാകണമോ അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്നുള്ള പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ സമ്മർ ഇൻ മൈത്രി എന്ന കോഡൂരിലെ ഈ അധ്യാപകൻ. വളരെ നന്നായി. അങ്ങനെ സമ്മർ ഇൻ മൈത്രി കുട്ടികൾക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു എന്ന് തോന്നുന്നു.